നീ എൻ ജീവനിൽ ഭാഗം 25. നമുക്ക് എല്ലാവർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായതും അവൾ തുടർന്നു. അരവിന്ദനെ ഞാൻ നഷ്ടപ്പെടുത്തി. ദക്ഷയുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയി. ദക്ഷയ്ക്കും ശ്രീദേവിനും അവരുടെ പ്രണയ സമ്മാനമായ ആ കുഞ്ഞ് അവർക്ക് നഷ്ടമായി. ഒരു വർഷക്കാലം അവർ രണ്ടുപേരും അകന്നും ജീവിച്ചു. അതെല്ലാം ദക്ഷയും ശ്രീദേവും പൊറുക്കാൻ തയ്യാറായി. ഇനി നീ മാത്രം പഴയതിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? സഞ്ജീവ് മൗനമായി. അവന്റെ ഉള്ളില് എന്തോ അവൻ ആലോചിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, അവൾ പറഞ്ഞു. ദക്ഷയോടും ശ്രീദേവിനോടും മനസ്സ് തുറന്നു വെച്ച്. ഇനിയും വൈകിയാല് എല്ലാം കൈവിട്ടു പോകും. അവൻ പതിയെ തലകുനിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. അത് ഒരു സമ്മതമായിരുന്നില്ല, പക്ഷേ ഒരു തുടക്കമായിരുന്നു. ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ മഞ്ഞ് പതിയെ മാറുന്നത് പോലെ തോന്നി ശ്രീകുട്ടിക്ക്. സഞ്ജീവിന്റെ മനസ്സിലും മഞ്ഞ് ഉരുകി തുടങ്ങിയിരിക്കുന്നു എന്ന്. ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് പോകുമ്പോൾ ബാൽക്കണി റൂമിന്റെ വാതിൽ പതിയെ അടഞ്ഞു. ആ ശബ്ദം പോലും സഞ്ജീവിന്റെ ഉള്ളില് ഒരു ഭാരമായി തോന്നി. അവൻ ഒരു നിമിഷം അവിടെ ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു. മുറി വിശാലമായിരുന്നു, മനോഹരമായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളില് ഒരു ശൂന്യത മാത്രം. ശ്രീകുട്ടി പറഞ്ഞ ഓരോ വാക്കും അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. നിന്റെ പക, അത് നിന്റേതിനേക്കാൾ കൂടുതൽ ജീവിതങ്ങൾ നശിപ്പിക്കുന്നു. അവൻ പതിയെ നടന്നു. ബെഡിനരികിൽ ഇരുന്നു. കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചു. തല താഴ്ത്തി. ഞാനാണോ ഇത്രയും നാശത്തിന് കാരണം? ആ ചിന്ത അവന്റെ നെഞ്ചിൽ ഭാരമായി പതിച്ചു. ദക്ഷയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ഒരിക്കൽ തന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ആ മുഖം ഇന്ന് മറ്റൊരാളുടെ ഭാര്യ. ശ്രീദേവ്. അവന്റെ പേര് പോലും ഒരിക്കൽ സഞ്ജീവിന്റെ ഉള്ളിൽ തീ കൊളുത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ തീയിൽ താൻ തന്നെയാണ് കത്തിപ്പോകുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പതിയെ പിന്നിലേക്ക് കിടന്നു. കണ്ണുകൾ അടച്ചു. അവിടെ നിന്നും ശ്രീകുട്ടി അവനെ നോക്കി. അവന്റെ മുഖത്ത് ആദ്യമായിട്ട് അവൾ കണ്ടത് ദേഷ്യമല്ല, ഒരു ക്ഷീണം, ഒരു തകർച്ച. അവൾ അവനെ ശല്യപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. ഫോൺ എടുത്ത് ദക്ഷയ്ക്ക് മെസ്സേജ് അയച്ചു. എങ്ങനെയുണ്ട് സഞ്ജീവ്? ദക്ഷയുടെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞതായിരുന്നു. സഞ്ജീവ്. ശ്രീകുട്ടി ഒന്ന് നിശബ്ദമായി. അവൻ മാറുന്നു ദക്ഷ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോൾ ദേഷ്യത്തെക്കാൾ കൂടുതൽ വേദനയാണ്. അവളുടെ വാക്കുകൾ കേട്ട് ദക്ഷ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ശ്വാസം വിട്ടു. അതെയോ, എന്നാ നല്ലതാണ്, അവൾ ശാന്തമായി പറഞ്ഞു. ഇവിടെ എല്ലാവരും പുറത്തേക്ക് പോകാൻ റെഡിയാവുകയാണ്, വാഗമണിന്റെ കാഴ്ചകൾ കാണാൻ. നീയും സഞ്ജീവിനെ കൂട്ടി പോണം, ദക്ഷ പറഞ്ഞു. ശ്രീകുട്ടി സഞ്ജീവിനെ നോക്കി. അവൻ അപ്പോഴും കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. ഇപ്പൊ വേണ്ട, ഞാനും സഞ്ജീവും പിന്നെ ഇറങ്ങാം, ശ്രീകുട്ടി പറഞ്ഞു. ശരി, ദക്ഷ പറഞ്ഞു. അവനെ ഒറ്റയ്ക്കാക്കരുത്, നീ കൂടെ വേണം, മാറ്റങ്ങൾ കൊണ്ടുവരണം നമുക്ക് സഞ്ജീവിനിൽ. അതിന് നീ കൂടെ ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. ശ്രീകുട്ടി വീണ്ടും അവനെ നോക്കി. അവന്റെ മുഖത്ത് ഒരു കുട്ടിയുടെ പോലെ നിസ്സഹായത ഉണ്ടായിരുന്നു. അവൾ ഒന്നും പറയാതെ വാഷ്റൂമിലേക്ക് നടന്നു. അതേസമയം റിസോർട്ടിന്റെ പുറത്ത് വാഗമണ്ണിന്റെ മലകൾ സന്ധ്യയുടെ വെളിച്ചത്തിൽ പൊൻനിറമായി തിളങ്ങി. മഞ്ഞ് പതിയെ താഴ്വരയിലേക്ക് വീണിറങ്ങുന്നു. ശ്രീദേവ്, ദക്ഷ, ശരണ്യ, വിശ്വം, റോയ്, ശങ്കർ, ബാനു, സാരംഗി, ശ്രാവണി, അഥർവ് എല്ലാവരും ഒരുമിച്ച് നടന്നു. പച്ചപ്പിന്റെ നടുവിലൂടെ നീളുന്ന കല്ലുവഴി, തണുത്ത കാറ്റ്, പക്ഷികളുടെ ശബ്ദം. അവരുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ചിന്തകൾ. അപ്പോൾ തന്നെ സായുജ് അവിടെ എത്തി. അവന്റെ മുഖത്ത് ഒരു സന്തോഷം തെളിഞ്ഞു. പക്ഷെ ഉടനെ തന്നെ അത് മങ്ങിപ്പോയി. സഞ്ജീവ് ഇവിടെ ഉണ്ടെന്ന് കേട്ടു, അവൻ പതിയെ പറഞ്ഞു. അവന്റെ ശബ്ദത്തില് ഒരു ഭയമുണ്ടായിരുന്നു. മീനാക്ഷി അവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കൈ പിടിച്ചു. നീ പേടിക്കണ്ട സായുജ്, നിന്റെ ഏട്ടൻ സഞ്ജീവിന് മാറ്റങ്ങൾ സംഭവിക്കും. നിനക്ക് സംഭവിച്ചില്ലേ അതുപോലെ, അവൾ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. സായുജ് അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. എല്ലാം ശരിയാകും, അവൾ വീണ്ടും പറഞ്ഞു. അവൻ പതിയെ തല കുനിച്ചു. അവർ എല്ലാവരും കൂടി മുന്നോട്ട് നടന്നു. മലയുടെ അരികിൽ നിന്നപ്പോൾ താഴെ വിരിഞ്ഞ കാഴ്ച, അതൊരു സ്വപ്നം പോലെ. പച്ച നിറത്തിന്റെ 1000 തീവ്രതകൾ, മഞ്ഞിന്റെ വെള്ള നിറം, ആകാശത്തിന്റെ
നീല നിറം. ശ്രാവണി സന്തോഷത്തോടെ ചുറ്റും നോക്കി. ഇത് സ്വർഗം പോലെ തോന്നുന്നു അല്ലേ? അവൾ ചോദിച്ചു. ഭാനു ചിരിച്ചു. അതെ, ഇവിടെ വന്നാല് എല്ലാ വേദനകളും മറന്നു പോകും. ശ്രീദേവ് ദക്ഷയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു ശാന്തതയുണ്ടായിരുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ സന്തോഷം വീണ്ടും തിരികെ കിട്ടിയ പോലെ. വിശ്വം മലകളിലേക്ക് നോക്കി. ജീവിതം ഇതുപോലെ തന്നെയാണ്, അവൻ പറഞ്ഞു. ഒരിക്കൽ മഞ്ഞു മൂടും, പക്ഷെ അത് എന്നും തുടരില്ല. എല്ലാവരും മിണ്ടാതെയായി. തണുത്ത കാറ്റ് അവരുടെ മുഖത്തിന് തഴുകി. ശ്രീദേവ് ദക്ഷയ്ക്ക് ഒരു പുതപ്പായി മാറി. അവളെ ചുറ്റിപ്പിടിച്ച് അവളെ തണുപ്പിൽ നിന്നും അവൻ സംരക്ഷിച്ച് നിർത്തുന്നത് പോലെ നിന്നു. വാഗമണ്ണിന്റെ രാത്രികൾക്ക് ഒരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. മലകളെ മുഴുവൻ ചുറ്റിപ്പിടിച്ച മഞ്ഞ്, അകലെയായി തെളിയുന്ന ലൈറ്റുകൾ, തണുത്ത കാറ്റിൽ ഒരു നിശബ്ദത. ആ രാത്രി ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മറ്റൊരാൾ കൂടി വാഗമണ്ണിലെത്തി. നാഗേന്ദ്ര സിംഹ. സഞ്ജീവ് പ്രഭാകർ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അവന്റെ വരവ്. അവന്റെ കാറ് മലവഴികളിലൂടെ പതുക്കെ കയറി. അവന്റെ മുഖത്ത് ഒരേയൊരു ലക്ഷ്യം മാത്രം, സഞ്ജീവ് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കുക. അവൻ നേരെ ആ റിസോർട്ടിന്റെ ഗേറ്റിലേക്ക് എത്തിയപ്പോൾ പുറത്ത് തെളിഞ്ഞു നിന്ന ആ പേര് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. SS റിസോർട്ട്, അതിന്റെ ലോഗോ, അത് അവന് പരിചയമായിരുന്നു. ഇത് അവന്റെ ആണല്ലോ, അവൻ പതിയെ പറഞ്ഞു. അവൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചില്ല. അവിടെ താമസിക്കുന്നത് ശരിയായ നീക്കമല്ലെന്ന് അവന് മനസ്സിലായി. അവൻ തിരിഞ്ഞു അടുത്തുള്ള മറ്റൊരു റിസോർട്ടിലേക്ക് പോയി. അവിടെ ഒരു റൂം എടുത്തു. റൂമിലേക്ക് കയറിയ ഉടനെ അവൻ ഫോൺ എടുത്തു. ഒരു നമ്പർ ഡയൽ ചെയ്തു. അതേസമയം റിസോർട്ടിലെ റൂമില് സഞ്ജീവ് ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഫോൺ റിങ് ചെയ്തു. അവൻ സ്ക്രീനിലേക്ക് നോക്കി. നാഗേന്ദ്ര സിംഹ. അവൻ ഫോൺ എടുത്തു. ഞാൻ എത്തി. നാഗേന്ദ്ര സിംഹയുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? സഞ്ജീവ് കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. ഇപ്പോ ഒന്നും ചെയ്യണ്ട, അവൻ ശാന്തമായി പറഞ്ഞു. ശ്രീദേവിന്റെ നീക്കങ്ങൾ ഒന്ന് വാച്ച് ചെയ്യൂ. അവൻ എന്താണ് ചെയ്യുന്നത്, ആരെ കാണുന്നു, എല്ലാം. ശരി, നാഗേന്ദ്ര സിംഹ പറഞ്ഞു. കോൾ അവസാനിപ്പിച്ചു. ആ സംഭാഷണത്തിന്റെ അവസാന ഭാഗം യാദർച്ഛികമായി ശ്രീകുട്ടി കേട്ടിരുന്നു. അവൾ റൂമിന്റെ വാതിലിന് സമീപം നിന്നിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. നാഗേന്ദ്ര സിംഹ ഇവിടെ? അവൾ ഉടൻ ഫോൺ എടുത്ത് ദക്ഷയ്ക്ക് മെസ്സേജ് അയച്ചു. നാഗേന്ദ്ര സിംഹ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്, സഞ്ജീവിന്റെ ആളായി. അത് ദക്ഷയ്ക്കും ശ്രീദേവിനും പുതിയൊരു അറിവായിരുന്നു. അവർക്കെല്ലാം ഒരു സത്യം മനസ്സിലായി. സഞ്ജീവ് ഇപ്പോഴും കളി അവസാനിപ്പിച്ചിട്ടില്ല, അല്ലേ? ആ രാത്രി എല്ലാവരും ഒരുമിച്ച് ഡിന്നറിനായി റിസോർട്ടിലെ റെസ്റ്റോറന്റിലേക്ക് പോയി. റെസ്റ്റോറന്റ് മനോഹരമായി അലങ്കരിച്ചിരുന്നു. മങ്ങിയ ലൈറ്റുകൾ, മൃദുവായ സംഗീതം, മലയുടെ കാഴ്ചകൾ. അവർ ഒരുമിച്ചിരുന്നു, സംസാരിച്ചു, ചിരിച്ചു. അത് ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ നിമിഷമായിരുന്നു. അപ്പോൾ റെസ്റ്റോറന്റിന്റെ വാതിൽ തുറന്നു. സഞ്ജീവ് അകത്തേക്ക് കയറി. അവന്റെ കണ്ണുകൾ പതിയെ ചുറ്റും നോക്കി. അവിടെ ശ്രീദേവ്, ദക്ഷ, വിശ്വം, ഭാനു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവൻ അവിടെ തന്നെ നിന്നു. ഒരു നിമിഷം അവന്റെ ശ്വാസം പോലും നിലച്ചു. പിന്നെ ഒന്നും പറയാതെ അവൻ തിരിഞ്ഞു പുറത്തേക്ക് നടന്നു. അവന്റെ പുറകെ വന്ന ശ്രീകുട്ടി അവൻ തിരിച്ചു പോകുന്നത് കണ്ടു. അവന്റെ പുറകെ പോയി. സഞ്ജീവ് റെസ്റ്റോറന്റിൽ മറ്റൊരു ഭാഗത്തേക്ക് പോയി. ഒറ്റയ്ക്കിരുന്നു. വെയിറ്റർ വന്നു. സർ, ഒരാൾക്ക് മാത്രം, അവൻ പറഞ്ഞു. ശ്രീകുട്ടി അവന്റെ മുന്നിലിരുന്നു. എനിക്കും, അവൾ പറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം വന്നു. രണ്ടുപേരും മിണ്ടാതെ കഴിച്ചു. പക്ഷെ സഞ്ജീവിന്റെ ഉള്ളില് ഇതിനു മുമ്പ് ഒന്നുമില്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു തോന്നൽ. അവൾ അവന്റെ മുന്നിൽ ഇരിക്കുന്നു. ഒന്നും ചോദിക്കാതെ, ഒന്നും കുറ്റപ്പെടുത്താതെ, ഒന്നും സംസാരിക്കാതെ. അതേസമയം മറ്റൊരു ഭാഗത്ത് ഡിന്നർ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ശ്രീദേവിനെ സമീപിച്ചു. സർ, സോറി, ഡയറക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, കുറച്ച് സീനുകൾ കൂടി എടുത്താൽ മാത്രമേ ആ സീനുകൾക്ക് പൂർണ്ണത വരൂ എന്ന്? ശ്രീദേവ് അവനെ ശാന്തമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡയറക്ടർ തല കുനിച്ചു. ആ സമയം അങ്ങനെ തോന്നിയില്ല. ക്ഷമിക്കണം ശ്രീദേവ് സാർ,
ഡയറക്ടർ ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നെ തല കുനിച്ചു. സാരമില്ല, പോട്ടെ. എങ്ങനെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ശ്രീദേവ് ചോദിച്ചു. നാളെ രാവിലെയാണ്. ലൊക്കേഷൻ ഇവിടെ അടുത്താണ്, ഡയറക്ടർ പറഞ്ഞു. പിന്നെയും കുറച്ചുനേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പോയി. ശ്രീദേവ് തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് സഞ്ജീവ് ശ്രീദേവിന്റെ മുന്നിൽ വന്ന് പെട്ടത്. പെട്ടെന്ന് രണ്ടുപേരും നിശ്ചലമായി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. പെട്ടെന്ന് സഞ്ജീവ് കടന്നു പോകാൻ ശ്രമിച്ചു. സഞ്ജീവ്, ശ്രീദേവ് വിളിച്ചു. അവൻ നിന്നു. പതിയെ തിരിഞ്ഞു. ശ്രീദേവ് അവന്റെ അടുത്തേക്ക് നടന്നു. നമുക്ക് ഇത് അവസാനിപ്പിക്കാം, അവൻ ശാന്തമായി പറഞ്ഞു. സഞ്ജീവ് ഒന്നും പറഞ്ഞില്ല. ഞാൻ ദക്ഷയെ സ്നേഹിക്കുന്നു, ശ്രീദേവ് പറഞ്ഞു. അവളെ വിട്ടു ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവൾക്ക് എന്നെ നഷ്ടപ്പെട്ടാൽ അവൾ ജീവനോടെ ഉണ്ടാകില്ല. അവന്റെ ശബ്ദം വിറച്ചു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയം അത് നിനക്ക് മനസ്സിലാക്കണം. സഞ്ജീവ് മിണ്ടാതെ നിന്നു. ആദ്യമായി അവൻ കേൾക്കുകയായിരുന്നു. ദേഷ്യമില്ലാതെ, വൈരാഗ്യമില്ലാതെ. ശ്രീദേവ് പറഞ്ഞു നിർത്തി. അല്പസമയം ഒരു നിശബ്ദത. ഒരു നിമിഷം രണ്ടുപേരും തമ്മിൽ നോക്കി. പിന്നെ ഒന്നും പറയാതെ സഞ്ജീവ് തിരിഞ്ഞു നടന്നു. ശ്രീദേവ് അവനെ നോക്കി നിന്നു. അവന്റെ കണ്ണുകളിൽ അതിശയം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായി സഞ്ജീവ് വഴക്ക് പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല. എല്ലാം അവൻ കേട്ടു നിന്നു. അത് മാറ്റത്തിന്റെ ഒരു തുടക്കമായിരുന്നു. സഞ്ജീവ് നടന്നു പോകുന്നത് ശ്രീദേവ് മിണ്ടാതെ നോക്കി നിന്നു. അവന്റെ നടപ്പ് ക്ഷീണിച്ചിരുന്നതായിരുന്നു. ഒരു മനുഷ്യൻ തന്റെ ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടത്തി തോൽക്കുന്നത് പോലെ. ശ്രീദേവ്, ദക്ഷയുടെ ശബ്ദം അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു. എന്താ പറഞ്ഞത് അവനോട്? ശ്രീദേവ് ഒരു നിമിഷം മറുപടി പറഞ്ഞില്ല. അവന്റെ കണ്ണുകൾ ഇപ്പോഴും സഞ്ജീവ് പോയ ദിശയിലായിരുന്നു. സത്യം മാത്രം, അവൻ പതിയെ പറഞ്ഞു. ആദ്യമായി ഞാൻ പറയുന്നത് അവൻ കേട്ടു. ദക്ഷയുടെ കണ്ണുകളിൽ ഒരു ചെറിയ പ്രതീക്ഷ തെളിഞ്ഞു. അവൻ മാറുമോ ശ്രീദേവ്? ശ്രീദേവ് ദീർഘനിശ്വാസം എടുത്തു. വിട്ടുമാറാൻ അവന്റെ ഉള്ളിൽ എന്തോ ഒന്ന് സമ്മതിക്കുന്നില്ല, ശ്രീദേവ് പറഞ്ഞു. അതേസമയം റെസ്റ്റോറന്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സഞ്ജീവ് റിസോർട്ടിന്റെ തോട്ടത്തിലേക്ക് നടന്നു. രാത്രി കൂടുതൽ തണുത്തിരുന്നു. മഞ്ഞ് നിലത്തേക്ക് പതിയെ ഇറങ്ങി. അവൻ ഒറ്റയ്ക്ക് നടന്നു. അവന്റെ മനസ്സിൽ ശ്രീദേവ് പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങി. ഞാൻ ദക്ഷയെ സ്നേഹിക്കുന്നു. അവളെ നഷ്ടപ്പെട്ടാൽ അവൾ ജീവനോടെ ഉണ്ടാകില്ല. ആ വാക്കുകളിൽ കള്ളമില്ലായിരുന്നു. അത് സഞ്ജീവിന് മനസ്സിലായി. ഒരു നിമിഷം അവന്റെ നെഞ്ചില് ഒരു വേദന തോന്നി. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഇത്രയും കാലം പോരാടിയത്? സ്നേഹത്തിനായോ, അല്ലെങ്കിൽ തന്റെ വാശിക്കായോ? അവൻ ഓർത്തു. അവന്റെ പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ശ്രീകുട്ടി. അവൾ ഒന്നും പറഞ്ഞില്ല. അവന്റെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും മിണ്ടാതെ നിന്നു. ചില നിമിഷങ്ങൾ, വാക്കുകൾ ആവശ്യമില്ലാത്ത നിമിഷങ്ങൾ. കുറച്ചു കഴിഞ്ഞ്, നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്? സഞ്ജീവ് പെട്ടെന്ന് ചോദിച്ചു. അവന്റെ ശബ്ദത്തില് തളർച്ച തോന്നി. ശ്രീകുട്ടി അവനെ നോക്കി. നീ നീ ഒറ്റയ്ക്കാകാതിരിക്കാൻ. അവൻ അവളെ നോക്കി. അവളുടെ ആ മറുപടി അത് ലളിതമായിരുന്നു. പക്ഷെ അത് അവന്റെ ഉള്ളിൽ തട്ടി. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി. ഞാൻ നല്ല മനുഷ്യനല്ല ശ്രീകുട്ടി, അവൻ പതിയെ പറഞ്ഞു. നീ ഇപ്പോൾ ആകാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്ക് നല്ല മനുഷ്യനാകാൻ പറ്റും, അവൾ മറുപടി പറഞ്ഞു. അവൻ മിണ്ടാതെ നിന്നു. ആദ്യമായി ആ വാക്കുകൾ അവനെ വേദനിപ്പിച്ചില്ല. അവൻ വീണ്ടും നടന്നു. ഈ സമയം അവൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതേസമയം മറ്റൊരു റിസോർട്ടില് തന്റെ റൂമിൽ നാഗേന്ദ്ര സിംഹ ജനാലയ്ക്കരികിൽ നിന്നു. അവൻ ഫോൺ വീണ്ടും കയ്യിലെടുത്തു. സഞ്ജീവിന് ഇതെന്തു പറ്റി? അവൻ സംശയത്തോടെ ചിന്തിച്ചു. കാരണം അവൻ അറിയുന്ന സഞ്ജീവ് ഒരിക്കലും ഇങ്ങനെ നിശബ്ദനായിരുന്നില്ല. അന്ന് രാത്രി ശ്രീകുട്ടി റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. അകത്ത് സഞ്ജീവ് ബെഡിലിരുന്നു. അവന്റെ മനസ്സിൽ ഇപ്പോഴും ചിന്തകൾ നിറഞ്ഞിരുന്നു. പക്ഷെ അവന്റെ ഉള്ളില് ഒരു മാറ്റം ആരംഭിച്ചിരുന്നു. അത് ചെറിയതായിരുന്നു, പക്ഷെ അത് യഥാർത്ഥമായിരുന്നു. അവൻ ആദ്യമായി തന്റെ ജീവിതത്തെപ്പറ്റി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ദേഷ്യമില്ലാതെ, വെറുപ്പില്ലാതെ ഒരു മനുഷ്യനായി. ബാൽക്കണിയിൽ നിന്നും ശ്രീകുട്ടി അവനെ നോക്കി. അവളുടെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി. കാരണം അവൾക്കറിയാമായിരുന്നു, ഈ രാത്രി അവരുടെ ജീവിതത്തിന്റെ അവസാനമല്ല.
പുതിയൊരു തുടക്കമാണ് എന്ന്. ആ രാത്രി വളരെ ദീർഘമായിരുന്നു. മുറിയുടെ അകത്ത് മങ്ങിയ ലൈറ്റിന്റെ വെളിച്ചത്തിൽ സഞ്ജീവ് നിശബ്ദമായി ഇരുന്നു. ശ്രീകുട്ടി ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറുമ്പോൾ അവൻ തലയുയർത്തി അവളെ നോക്കി. ആ കണ്ണുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഒന്നും ചോദിച്ചില്ല. ശ്രീകുട്ടിയും ഒന്നും പറഞ്ഞില്ല. അവൾ പതിയെ ബെഡിന്റെ മറുവശത്തേക്ക് ഇരുന്നു. മുറിയിൽ നിറഞ്ഞ നിശബ്ദത. അത് അസ്വസ്ഥമായിരുന്നില്ല. അത് രണ്ടുപേരുടെയും ഉള്ളില് എന്തോ ഒരു തണുപ്പ് തോന്നിച്ചു. സഞ്ജീവ്, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? ശ്രീകുട്ടി മൃദുവായി ചോദിച്ചു. സഞ്ജീവ് ചെറിയൊരു പുഞ്ചിരി നൽകാൻ ശ്രമിച്ചു. പക്ഷേ അത് പൂർണ്ണമായില്ല. ഉറക്കം അതെനിക്ക് കുറെ കാലമായിട്ട് കിട്ടുന്നില്ല, അവൻ പതിയെ പറഞ്ഞു. ആ മറുപടി കേട്ട് അവളുടെ ഹൃദയം വേദനിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. ലൈറ്റ് ഓഫ് ചെയ്തു. മുറിയിൽ ഇരുട്ട് വ്യാപിച്ചു. പക്ഷേ അവരുടെ മനസ്സുകൾ അപ്പോഴും ഉണർന്നിരുന്നു. അടുത്ത ദിവസം രാവിലെ വാഗമണിന്റെ പ്രഭാതം ഒരു പുതിയ പ്രതീക്ഷ പോലെ ഉദിച്ചു. മഞ്ഞ് പതിയെ മാറി. സൂര്യന്റെ വെളിച്ചം മലകളെ സ്പർശിച്ചു. ശ്രീകുട്ടി ആദ്യം ഉണർന്നു. അവൾ തലചെരിച്ച് സഞ്ജീവിനെ നോക്കി. സഞ്ജീവ് ഉറങ്ങുകയായിരുന്നു. അവന്റെ മുഖം ശാന്തമായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൻ സമാധാനത്തോടെ ഉറങ്ങുന്നത് പോലെ. അവൾ അവനെ ഉണർത്തിയില്ല. അവൾ സമാധാനമായി എഴുന്നേറ്റു. ബാൽക്കണിയിലേക്ക് നടന്നു. അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ദക്ഷയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ്. ഗുഡ് മോർണിംഗ്, ശ്രീകുട്ടി മറുപടി അയച്ചു. ഇന്ന് സംസാരിക്കണം, എല്ലാവരും ഒരുമിച്ച്, ദക്ഷ എഴുതി. ശ്രീകുട്ടി കുറച്ചു നിമിഷം ചിന്തിച്ചു. അതെ, അവൾ മറുപടി നൽകി. ഇന്ന് തന്നെ സംസാരിക്കാം, കാരണം ഇനി വൈകാൻ പാടില്ല. അകത്ത് സഞ്ജീവ് പതിയെ കണ്ണുകൾ തുറന്നു. ആദ്യമായി അവന് തൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ശാന്തത അനുഭവപ്പെട്ടു. അവൻ എഴുന്നേറ്റിരുന്നു. അവന്റെ കണ്ണുകൾ ശ്രീകുട്ടിയെ തേടി. അവൾ ബാൽക്കണിയിൽ നിന്നു. സൂര്യന്റെ വെളിച്ചത്തിൽ അവളുടെ രൂപം തെളിഞ്ഞു. അവൻ അവളെ നോക്കി. അവൻ അവളോട് എന്തോ പറയാൻ ആഗ്രഹിച്ചു. ശ്രീകുട്ടി, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു. നമുക്ക്. അവൻ നിർത്തി. അവന്റെ വാക്കുകൾ പൂർത്തിയാക്കാതെ നിന്നു. അവൾ കാത്തിരുന്നു. നമുക്ക് സംസാരിക്കണം, അവൻ ഒടുവിൽ പറഞ്ഞു. ആ വാക്കുകൾക്കായിട്ട് അവൾ ഏറെ നാളായി കാത്തിരുന്നത്. അവൾ പതിയെ തല കുനിച്ചു. അതെ, അവൾ പറഞ്ഞു. നമുക്ക് എല്ലാവരോടും സംസാരിക്കണം. അവൻ അതിശയത്തോടെ അവളെ നോക്കി. എല്ലാവരോടും? അതെ, അവൾ ഉറച്ചു പറഞ്ഞു. ദക്ഷ, ശ്രീദേവ്, എല്ലാവരും. സഞ്ജീവ് മിണ്ടാതെ നിന്നു. പഴയ സഞ്ജീവ് ആയിരുന്നെങ്കിൽ അവൻ അതിനെ നിരസിച്ചേനെ. പക്ഷെ ഇപ്പോൾ അവൻ ചിന്തിച്ചു. ഒരു ദീർഘനിശ്വാസം ഇട്ടു. ശരി, അവൻ പറഞ്ഞു. ആ വാക്ക് ഒരു തീരുമാനമായിരുന്നു, ഒരു പുതിയ തുടക്കം. സൂര്യന്റെ വെളിച്ചം അകത്തേക്ക് വന്നു. ആ വെളിച്ചത്തിൽ അവരുടെ ജീവിതവും പതിയെ പ്രകാശിക്കാൻ ഒരുങ്ങി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.